പടിഞ്ഞാറ് കറുത്ത് വരണ കാലം മറന്നു. ആ നല്ല മഴ കിട്ടിയിട്ട് കാലം ഏറെയായി. അണ്ണാ, നാണുവിനെ കാണാനില്ല. പറമ്പിലെങ്ങാനും കാണും, ഒരിടത്തും അടങ്ങിയിരിക്കില്ലല്ലോ. സഞ്ചാരപ്രിയരല്ലേ, ഒന്നുകൂടെ നോക്ക്, അവിടെ എങ്ങാനും കാണും. പണിക്കാരോട് ചോദിക്ക്. അതെ, മുത്തശ്ശിയുടെ മരണം നാണുവിനെ വല്ലാതെ ബാധിച്ചു. കൊച്ചു കുട്ടികൾക്ക് എന്തറിയാ, അവരുടെ ദുഃഖങ്ങൾ പെട്ടെന്ന് അലിഞ്ഞു പോവും. ഇന്നലെ ചെറുതായി ശാസിച്ചത് ഇഷ്ടമായില്ല, അതിനുശേഷം മുഖം തെളിഞ്ഞൊന്നും കണ്ടിട്ടില്ല. ആ സാധാരണ കുട്ടികളെ പോലെ അല്ല, വലിയവരോട് സംസാരിക്കാൻ നാണുവിന് ഇഷ്ടമാണ്. അത് നേരാ, വയസ്സായവരോട് സംസാരിക്കാൻ നാണുവിന് വലിയ പ്രിയ. ആ ഇനി അടുത്ത് വരുമ്പോഴേ 2 ആശ്വാസ വാക്ക് പറയണം. ഇന്നാളത്തെ പോലെ പൂജാമുറിയിലിരുന്ന് കൽക്കണ്ടോ മുന്തിരിയും തിന്നായിരിക്കും. അത് നല്ലതാ, കണ്ടെത്തിയ എന്തെങ്കിലും കഴിപ്പിക്കുകയും വേണം. കണ്ണങ്കര മൂത്തപിള്ള നാരായണപിള്ളയെ കൊണ്ട് എഴുത്തിലിരുത്തിയത് നന്നായി. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, മൂത്ത പിള്ള സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഇങ്ങനെ എളുപ്പത്തിൽ കേൾക്കണ ആളല്ല മൂത്തപിള്ള, പിന്നെ മച്ചമ്പിയായിട്ടുള്ള ഇരിപ്പോശം കൊണ്ടായിരിക്കും. മൂത്ത പിള്ളയ്ക്ക് വലിയ തൃപ്തിയായി, അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. വാക്കിലും ഭാവത്തിലും വലിയ പിശുക്കുള്ള ആളാ. 8 വീട്ടിൽ പിള്ളമാരുടെ കുടുംബത്തിൽപ്പെട്ടതല്ലേ. സംതൃപ്തി പ്രകടിപ്പിച്ചെങ്കിൽ അത് വലിയ ഭാഗ്യ. ആ മൂത്ത പിള്ള മടിയിലിരുത്തി ചൊല്ലിയതൊക്കെ നാണു ഏറ്റു ചൊല്ലി. നാണുവിന് ഒരു വട്ടം ചൊല്ലിക്കൊടുത്താൽ മതി, മനപ്പാടമാക്കും. വിശേഷ ബുദ്ധിയാണ്. സന്തോഷം അധികമായപ്പോ മൂത്ത പിള്ള നാണുവിനെ അനുഗ്രഹിച്ചു. എങ്ങനെ? നാണു സാക്ഷാൽ നാരായണനായിട്ട് വളരും, ലോകത്തിന് വഴിയാകും, വെളിച്ചമേകുമെന്ന്. അത് സംഭവിക്കും. മൂത്ത പിള്ളയുടെ വാക്കുകൾ ഫലിക്കും. നാണുവിനെ കാണുന്നില്ല, എല്ലായിടവും നോക്കി ഒരിടത്തും ഇല്ല. നാണു ഇത് എങ്ങോട്ട് പോയി? അയൽക്കാരോടും പറഞ്ഞു, എല്ലാവരും അന്വേഷിച്ചു തുടങ്ങി. ഈ നാണു എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീ തീറ്റിക്കുന്നത്? എന്റെ മണക്കൽ ഭഗവതി, ഒരാപത്തും വരുത്തരുതേ. മച്ചമ്പി, ആരാ വരണല്ല? നാണുവിനെ കിട്ടി കേട്ടാ. എന്താ നാണു ഈ കാട്ടിയത്? ഇത്രയും നേരം തീ എത്തുന്നത്. ആരോടും പറയാതെ നീ എവിടെയായിരുന്നു? നിനക്ക് എന്തു പറ്റി നാണു? ഞങ്ങൾ ചെല്ലുമ്പോ കാട്ടിന്റെ നടുവിൽ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. വല്ലാതെ പേടിപ്പിച്ചല്ലോ നാണു. എന്തിനാ ഇതൊക്കെ? ആരെ തോൽപ്പിക്ക? മറ്റാരെയും തോൽപ്പിക്കാനല്ല, എന്നെ തോൽപ്പിക്കാൻ മാത്രം. അതെന്തിന്? മുത്തശ്ശിയുടെ മരണത്തിൽ സങ്കടപ്പെട്ട് എല്ലാരും നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. അത് പിന്നെ മരണം ദുഃഖമല്ലേ മക്കളെ? 2 ദിവസം കഴിഞ്ഞപ്പോ കളിയും ചിരിയും. മുത്തശ്ശി എല്ലാരും എത്ര വേഗം മറന്നു. മറന്നതല്ല നാണു ആരും. മറന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ കളിയും ചിരിയും വരും? എനിക്കൊരിക്കലും മറക്കാനാവില്ല മുത്തശ്ശിയെ. ആ കഥകളെ, ആ ദുഃഖം മറക്കാനാ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ കാട്ടി പോയത്. നീ സിദ്ധാർത്ഥ കുമാരനെ പോലെയാണ് നാണു. ഇരുവരെയും മരണം ചിന്തിപ്പിച്ചു വലച്ചു. അതിന്റെ പൊരുളറിയാൻ ആത്മായാനം നടത്തി. എഴുത്തിനിരുത്തിയ മൂത്ത പിള്ള അനുഗ്രഹിച്ചു തോർത്തു പോകുന്നു. നാണു നാരായണനാണെന്ന്, ദുഃഖത്തിന്റെ നാരായവേര് നാണു കണ്ടെത്തുമെന്ന്.